നമ്മുടെ ആലോചനയ്ക്കായി, നമ്മുടെ ചിന്തയ്ക്കായി തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 to 15. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ക്ലിയർ ആയിട്ട് കേൾക്കാമോ? കേൾക്കാം. വായിച്ച ഈ വേദഭാഗത്ത് നാം കാണുന്ന പ്രധാനപ്പെട്ട വിഷയം ദൈവകൃപ എന്നുള്ളതാണ്. ദൈവകൃപയെ കുറിച്ചാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. ഈ വേദഭാഗം ദൈവകൃപയുടെ 3 വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ 3 വിധത്തിൽ ദൈവകൃപ നമ്മോടുള്ള ബന്ധത്തിലായിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷിക്കുന്ന ദൈവകൃപ, ദ സേവിംഗ് ഗ്രേസ്. രണ്ടാമത്, 13-ാമത്തെ വാക്യത്തിൽ, അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. നമ്മെ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവകൃപ, ദ ടീച്ചിങ് ഗ്രേസ്. മൂന്നാമത്തേത്, 12-ാമത്തെ വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നമുക്ക് പ്രത്യാശ നൽകുന്ന കൃപ, ഗ്രേസ് that gives hope. The saving grace, the teaching grace, the grace that gives hope. നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവകൃപ. അങ്ങനെ ദൈവകൃപയെ നമുക്ക് ഈ ഭാഗത്ത് 3 വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്, നമ്മെ രക്ഷിക്കുന്ന ദൈവകൃപ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിക്കണം. മനുഷ്യന്റെ പാപം അത്രത്തോളം വലുതാണ്. ഈ പാപത്തെ ക്ഷമിക്കണമെങ്കിൽ, പാപത്തെ മോചിക്കണമെങ്കിൽ കൃപ വർദ്ധിപ്പിക്കണം. കൃപ കൊണ്ട് പാപത്തെ നമ്മെ മൂടണം. കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത അനുഗ്രഹമാണ്. അൺമെറിറ്റഡ് ഫേവർ, അതാണ് കൃപ. കൃപ ലഭിക്കുവാൻ യാതൊരു യോഗ്യതയും ആവശ്യമില്ല. ഏതെങ്കിലും നന്മയുള്ളത് കൊണ്ടോ യോഗ്യതയുള്ളത് കൊണ്ടോ അല്ല ദൈവം നമുക്ക് കൃപ നൽകുന്നു. അപ്പൊ പാപിയെ രക്ഷിക്കണമെങ്കിൽ, റോമാലേഖനത്തിൽ ആ വിഷയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. റോമർ 5:20. അങ്ങനെ പാപികളെ രക്ഷിക്കുവാൻ ദൈവം തന്റെ കൃപ അത്യന്തം പാപികളുടെ മേൽ ചൊരിഞ്ഞു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. For the grace of God that brings salvation
has appeared to all men. എല്ലാ മനുഷ്യർക്കും, ഏത് വിധത്തിൽ പാപത്തിൽ ജീവിക്കുന്നവർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം തന്റെ കൃപ എല്ലാവർക്കും നൽകി. ദൈവത്തിന്റെ കൃപ എല്ലാവർക്കും പ്രത്യക്ഷമായി, അല്ലെങ്കിൽ ദൈവകൃപ എല്ലാവർക്കും ഉദിച്ചു. നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രക്ഷയെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ദൈവം തന്റെ കൃപ ഉദിപ്പിച്ചു നിർത്തിയിരിക്കുക. ഈ കൃപയുടെ ഉദയമാണിപ്പോഴ്. ഈ കൃപ അസ്തമിക്കുന്ന, തീരാൻ പോകുന്ന സമയം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് സകല മനുഷ്യർക്കും രക്ഷിക്കപ്പെടാം. നാം വായിക്കുന്നല്ലോ, നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലല്ലോ, വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഇങ്ങനെ എല്ലാ മനുഷ്യർക്കും രക്ഷിക്കപ്പെടത്തക്ക വിധത്തിൽ ദൈവകൃപ പ്രത്യക്ഷമായ, ദൈവകൃപ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് ഈ കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രക്ഷ നാം ഉറപ്പാക്കുക. നാം ഒരു വിശ്വാസ സമൂഹത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്നു, വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നാം യോഗങ്ങൾക്ക് പോകുന്നു, കൊള്ളരുതായ്മകൾ ചെയ്യാതെ നാം ജീവിക്കുന്നു. അങ്ങനെയുള്ളത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്കും ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ഒക്കും. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്കും വേദപുസ്തകം വായിക്കാൻ ഒക്കും. അവർക്ക് ഒരുമാതിരി മര്യാദയുള്ള ജീവിതം നയിക്കാൻ ഒക്കും. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗത്തിന്റെ യോഗങ്ങൾക്ക് ക്രമമായിട്ട് പോകാനായിട്ട് സാധിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരാൾക്ക് പ്രസംഗിക്കാനൊക്കും, പഠിപ്പിക്കാനൊക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ നാം ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ വ്യക്തിപരമായ രക്ഷ നാം ഉറപ്പാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, രക്ഷിക്കപ്പെടാത്തവരോട് നാം സുവിശേഷം അറിയിക്കണം. ദൈവമക്കളുടെ കൂട്ടത്തിൽ ഈ സുവിശേഷ പ്രവർത്തനത്തിൽ അശേഷം ഏർപ്പെടാതെ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹത്തിന് സുവിശേഷം അറിയിക്കാതെ, സുവിശേഷ പ്രവർത്തനം ചെയ്യാതെ, രക്ഷിക്കുന്ന കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ ജീവിക്കാൻ സാധിക്കുന്നതല്ല. രക്ഷ അത്ര വലുതാണ്. രക്ഷയുടെ അനുഭവം, ഈ രക്ഷാനായകനെ മറ്റുള്ളവരോട് പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അനുഭവമാണ് രക്ഷയുടെ അനുഭവം. രക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്കുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം, the primary responsibility of a believer, വിളിച്ചവന്റെ സൽഗുണങ്ങളെ മറ്റുള്ളവരോട് ഘോഷിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക, പറയുക എന്നുള്ളതാണ്. നാം സുവിശേഷം അറിയിച്ചാൽ ദൈവം രക്ഷിക്കപ്പെടും. നാം സുവിശേഷം അറിയിച്ചാൽ മറ്റുള്ളവർ രക്ഷിക്കപ്പെടും. നാം ട്രാക്റ്റുകൾ കൊടുത്താൽ വാങ്ങിക്കുന്ന ആളുകൾ വായിച്ച് രക്ഷിക്കപ്പെടും. അപ്പൊ സുവിശേഷം ഏത് വിധത്തിൽ അറിയിക്കണമെന്നുള്ളതല്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല സാധ്യതകൾ നിമിത്തവും നാം സുവിശേഷം അറിയിക്കണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ഇത് സുവിശേഷം അറിയിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 20-21 നൂറ്റാണ്ടുകാലം സുവിശേഷ പ്രവർത്തനങ്ങൾ കൂടാതെ വേല ചെയ്യുവാൻ ഇടവന്ന കാലമാണ്. ഇനി എത്ര നാളുകൾ നമ്മുടെ മുമ്പിൽ ഈ നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
കാര്യങ്ങൾ ഇതുവരെ അനുകൂലമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സുവിശേഷം പ്രസംഗിക്കണം എന്നല്ല വേദപുസ്തകം പറയുന്നത്. അവർ സുവിശേഷം പ്രസംഗിക്കും, സുവിശേഷം അറിയിക്കും എന്നുള്ളതാണ്. അവർ സുവിശേഷത്തിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കുമെന്നുള്ളതാണ്. ദൈവകൃപ സകല മനുഷ്യനെയും രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചു വന്നു. സുവിശേഷ പ്രവർത്തനം നടത്താത്ത ഒരു സ്ഥലം സഭയിലെ വിശ്വാസികൾ, ആ സ്ഥലം സഭയിലെ കുഞ്ഞുങ്ങൾ, അവർ ഭാഗ്യമുള്ളവരല്ല. അവർ വളരുന്നത്, അവരുടെ വളർച്ച, ആ സ്ഥലം സഭയിലെ യുവാക്കളായിട്ടുള്ളവർക്ക് സുവിശേഷ പ്രവർത്തനത്തിന്റെ പരിശീലനം ലഭിക്കുന്നില്ല. സുവിശേഷ പ്രവർത്തനത്തിൽ പോകാൻ അവർക്ക് പ്രചോദനം കിട്ടുന്നില്ല. അങ്ങനെ ഒരു വളർച്ചയാണ് ക്രമമല്ലാത്തൊരു വളർച്ച. അതാണ് അനേക ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്നത്. അവരുടെ സ്വയം കഴിവിൽ ആശ്രയിച്ച് ദൈവത്തിനെന്നവണ്ണം പലതും ചെയ്തു കൂട്ടും. അങ്ങനെയുള്ള ഒരു സഭാന്തരീക്ഷമാണ് പൊതുവെ ലോകത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രക്ഷിച്ച കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതാണ് ആത്മിക പ്രവർത്തനത്തിന്റെ തുടക്കം. ആ തുടക്കം ബൈപ്പാസ് ചെയ്ത്, ആ കാര്യം അവഗണിച്ചു കളഞ്ഞ് മറ്റ് പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്, മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നത് വചനാനുസരണമുള്ള ഒരു പോക്കല്ല. പ്രിയമുള്ളവരെ, സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചു വന്നു. സേവിംഗ് ഗ്രേസ്. രണ്ടാമത്, ഈ ദൈവകൃപ രക്ഷിക്കപ്പെട്ടവരെ, ദൈവകൃപ രക്ഷിച്ചവരെ ശിക്ഷിച്ചു വളർത്തുന്ന കൃപയാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് അതിന്റെ 12ാമത്തെ വാക്യത്തിൽ ടീച്ചിങ് അസ്. മലയാളത്തിൽ വായിക്കുന്നത് ദൈവകൃപ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ടീച്ചിങ് എന്ന് പറയുന്ന വാക്കിന്റെ അതിന്റെ അർത്ഥമാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ശിക്ഷിച്ചു വളർത്തുന്നു. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം, ടീച്ചിങ് എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം to train up a child, educate or discipline by punishment. ഒരു കുഞ്ഞിനെ നല്ല ശിക്ഷണത്തിൽ ശരിയായ നിലയിൽ പഠിപ്പിച്ചു കൊണ്ടുവരും. ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആ ടീച്ചിങ് ആണ്. മുതിർന്നവരെ പഠിപ്പിക്കുന്ന ടീച്ചിങ് അല്ല. മുതിർന്നവരെ പഠിപ്പിക്കുമ്പോൾ അവരെ നാം ശിക്ഷിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചോണം. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കുമ്പോൾ അവരെ ശിക്ഷിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മെ രക്ഷിച്ചിരിക്കുന്ന ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന, വീണ്ടും ജനിച്ചവരെ വളർത്തുന്നതും കൃപയാണ്. രക്ഷിച്ചത് കൃപയാണ്. നാം ദൈവത്തിൽ നിന്ന് ജനിച്ച നമ്മെ വളർത്തുന്നത് കൃപയാണ്. എന്നാൽ ദൈവകൃപയുടെ ശിക്ഷണത്തിൽ അനേകരും ഇന്ന് വളരുന്നില്ല. ഇതാണ് പ്രധാനമായി വിശ്വാസികളുടെ കൂട്ടത്തിലെ ഇന്നത്തെ പ്രശ്നം. ദൈവകൃപയുടെ ശിക്ഷണത്തിലാണ് വളരേണ്ടത്. അങ്ങനെ ദൈവകൃപയുടെ ശിക്ഷണത്തിൽ വളർത്തപ്പെടുന്നവർ, അവരെ ദൈവത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന മാനപാത്രങ്ങളായിട്ട് അവർ രൂപാന്തരപ്പെടും. അവർ ആ നിലയിൽ വളർച്ച പ്രാപിക്കും. എന്നാൽ ഇന്നത്തെ സഭകളിൽ ദൈവ കൃപയുടെ ശിക്ഷണത്തിൽ ആളുകൾ വേണ്ടതുപോലെ വളരുന്നില്ല. എന്നാൽ മറ്റൊരു വിധത്തിൽ വളരുന്നുണ്ട്. ലോകത്തിന്റെ രൂപത്തിൽ, ലോകത്തിന്റെ രീതിക്കനുസരിച്ച് കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നു, വാക്യങ്ങൾ പഠിപ്പിക്കുന്നു, തുടർന്ന് അങ്ങോട്ട് യൂത്ത് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നു. ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, പ്രസംഗിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളുണ്ട്. കിട്ടിയിരിക്കുന്ന വാർത്താവിനിമയ മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ടാലന്റുകളെ വളരെ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അത് മറ്റൊരു വളർച്ചയാണ്. അത് ലോകപ്രകാരമുള്ള വളർച്ചയാണ്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൃപയുടെ നന്മയാകുന്ന രക്ഷ അനുഭവിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വളരേണ്ടതും ദൈവകൃപയുടെ ശിക്ഷണത്തിലാണ്. ഈ കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തും. അല്ലാത്ത വളർച്ച ആരോഗ്യകരമല്ലാത്ത വളർച്ചയാണ്.
ദൈവകൃപ ശിക്ഷിച്ചു വളർത്തുന്ന ആളുകൾ ഭക്തന്മാരായി. അവരുടെ ജീവിതത്തിൽ ദൈവഭക്തി മുറുകെ പിടിക്കാനായിട്ടാണ് ദൈവകൃപ അവരെ ശിക്ഷിച്ച് വളർത്തുന്നത്. ഇങ്ങനെ ദൈവത്തിന്റെ കൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന 4-5 കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. കൃപയെ സംബന്ധിച്ചുള്ള 4-5 കാര്യങ്ങളാണ്. ഒന്ന്, നാം ദൈവകൃപയിൽ നിൽക്കണം. റോമാലേഖനം 5-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. റോമാലേഖനം അതിന്റെ 5-ാമത്തെ അധ്യായം, റോമൻ ചാപ്റ്റർ 5. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചവർ നിൽക്കുന്നത് കൃപയിലാണ്. കൃപയിൽ നിൽക്കുന്നവരെ മാത്രമേ ദൈവകൃപയ്ക്ക് ശിക്ഷിച്ച് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. This grace in which we stand, നമുക്ക് നിൽക്കാൻ മറ്റൊരു ഗ്രൗണ്ടും ഉണ്ടാകരുത്. നാം നിൽക്കുന്നത് നമ്മുടെ ശരീരബലത്തിലാകരുത്, നമ്മുടെ ധനശേഷിയിലാകരുത്, നമുക്ക് സഹകരിക്കാൻ, നമ്മെ സഹായിക്കാൻ നമുക്കുള്ള ബന്ധുക്കളിലാകരുത്, നമുക്കുള്ള സ്ഥാനങ്ങളിലോ മാനങ്ങളിലോ ആകരുത്. ഇതൊന്നും നമുക്ക് നിൽക്കാനുള്ള പ്രതലമല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നിൽക്കുവാൻ ഒരൊറ്റ ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ, ദൈവകൃപ മാത്രം. അങ്ങനെ ദൈവകൃപയിൽ നിൽക്കുന്നവരെ മാത്രമേ ദൈവകൃപയ്ക്ക് ശിക്ഷിച്ച് വളർത്താൻ സാധിക്കൂ. ഇവിടെ ഒരു ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നുണ്ടോ? ആ കാര്യം നാം ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ. അങ്ങനെ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നില്ലെങ്കിൽ നാം കൃപയിലല്ല നിൽക്കുന്നത്. മറ്റെന്തോ ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തിലോ ഒക്കെ നാം ചാരിപ്പോകുന്നു, ആശ്രയിച്ചു പോകുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ജീവിതമാണ്. അന്ത്യോഖ്യയിലെ വിശ്വാസികളെ കുറിച്ച് നാം അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ, അന്ത്യോഖ്യയിൽ അനേകർ രക്ഷിക്കപ്പെട്ടു വിശ്വാസത്തിലേക്ക് വന്നു എന്ന് കേട്ടപ്പോ അവിടെ ബർന്നബാസിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു എന്ന് നാം വായിക്കും. ദൈവകൃപ കണ്ടു സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ നിൽക്കുന്നവരെ കണ്ട് സന്തോഷിച്ചു. ബർന്നബാസ് അന്ത്യോഖ്യയിൽ ചെന്നപ്പോ അവിടെ ഉള്ള വിശ്വാസികൾ, പുതിയ സഭ, അവിടെയുള്ള വിശ്വാസികൾ എല്ലാവരും നിൽക്കുന്നത് ദൈവകൃപയിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ വിശ്വാസികളെ കണ്ടു എന്ന് പറയുന്നില്ല, കണ്ടത് ദൈവകൃപയാണ്. ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് നാം വായിക്കും. കൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തണമെങ്കിൽ നാം ദൈവകൃപയിൽ നിൽക്കണം. മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം നോക്കുക. അവിടെ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം, Acts of the Apostles, chapter 13, verse 43. 13:43. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. എന്തിനു വേണ്ടി? ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി. To continue in the grace of God. ദൈവകൃപയിൽ നിൽക്കുന്നവർ ആ കൃപയിൽ നിലനിന്ന് പോകേണ്ടതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഇവിടെ അവരെ ഉത്സാഹിപ്പിക്കുക, നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കണം. അങ്ങനെയെങ്കിൽ കൃപയ്ക്ക് നമ്മെ ശിക്ഷിച്ച് വളർത്താൻ സാധിക്കും. വിശ്വാസികളുടെ കുടുംബങ്ങളിൽ ജനിച്ച തലമുറകളായി ഈ സമൂഹത്തിലുള്ള ആളുകളുടെ ആത്മികമായ പാപ്പരത്വം ആണ് നാം നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്നത്. തലമുറകളായി വിശ്വാസ സമൂഹത്തിൽ അതിന്റെ നന്മ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്.
പക്ഷേ ആത്മികമായ അമ്പേ പാപ്പരം പരാജയപ്പെട്ടവരാണ്. പരിജ്ഞാനമില്ല, ജീവിതമില്ല, വിശുദ്ധിയില്ല. എന്നിട്ടും അവർ ആരൊക്കെയോ ആണെന്ന് അവർ ചിന്തിച്ചു പോകും. വലിയ ആളുകളാണെന്ന് ചിന്തിക്കുന്നു. തലമുറകളായിട്ട് ഞങ്ങൾക്ക് ഈ പാരമ്പര്യമുണ്ടെന്ന് ചിന്തിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ നിൽക്കുന്നില്ല, ദൈവകൃപയിൽ നിലനിൽക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, 2 Peter chapter 3 verse 18. 2 Peter chapter 3 verse 18. ഒരാളെ ദൈവകൃപ ശിക്ഷിച്ച് വളർത്തണമെങ്കിൽ അവർ ദൈവകൃപയിൽ നിൽക്കണം, ദൈവകൃപയിൽ നിലനിൽക്കണം. They should continue in the grace of God. മൂന്നാമത്, അവർ ദൈവകൃപയിൽ വളരണം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം, കൃപയിലും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. കൃപയിൽ നിൽക്കുന്നവരും കൃപയിൽ കണ്ടിന്യൂ ചെയ്യുന്നവരും അവരുടെ ജീവിതത്തിൽ ഈ വളർച്ച ഉണ്ടാകും. കൃപയിൽ അവർ വളരും, ദൈവകൃപയിൽ വളരും. ദൈവകൃപയുടെ വളർച്ച എന്ന് പറയുന്ന യോഹന്നാൻ സ്നാപകന്റെ വളർച്ചയാണ്. യോഹന്നാൻ, ആത്മീയമായ യോഹന്നാന്റെ വളർച്ച നമുക്കത് അറിയാം. അപ്പൊ അവൻ വളരുമ്പോ യോഹന്നാന്റെ വളർച്ചയും ദൈവകൃപയിൽ നിൽക്കുന്ന കൃപയുടെ വളർച്ചയെത്തി യോഹന്നാൻ പറയുന്നത്, ഞാൻ കുറയണം. അതാണ് ദൈവകൃപയുടെ വളർച്ചയുടെ ലക്ഷണം. കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. കൃപയിൽ വളരുന്നവർ തന്നെത്താൻ താഴ്ത്തുന്നവരും കുറയുന്നവരും യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുന്നവരും. കൃപയുടെ വളർച്ച, കൃപയിലുള്ള വളർച്ച ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നമ്മെ വളർത്തും. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയാണ് ഈ ലോകത്തിൽ മറ്റുള്ളവർ പ്രശംസിക്കുന്ന കാര്യങ്ങളിൽ പ്രശംസിക്കാതെ ലാഭമെന്ന് മറ്റുള്ളവർ എണ്ണുന്ന കാര്യങ്ങളെ ഛേദമെന്ന് എണ്ണാൻ നമ്മെ സഹായിക്കുന്ന വളർച്ച. കൃപയിൽ വളരുന്നവരെ മാത്രമേ ദൈവകൃപയ്ക്ക് ശിക്ഷിച്ച് വളർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. 4-ാമത്തെ വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 5 verse 4. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കാരണം നിങ്ങൾ ഇപ്പോൾ ന്യായപ്രമാണം ആചരിക്കാനായിട്ട് ഇച്ഛിക്കുന്നു, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ ആശ്രയിക്കാതെ പ്രവർത്തനങ്ങൾ ജഡത്തിന്റെ പ്രാപ്തിയിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു, പ്രവർത്തിക്കുന്നു. കാര്യങ്ങൾ പലതും കർത്താവിന് എന്നവണ്ണം ചെയ്യുന്നു. പക്ഷേ പ്രവർത്തിക്കുമ്പോ, കർത്താവിന് എന്നവണ്ണം കാര്യങ്ങൾ ചെയ്യുമ്പോ ദൈവകൃപയിൽ ആശ്രയിച്ചല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ കൃപയിൽ വളർന്നിട്ടില്ല, കൃപയിൽ നിലനിന്നിട്ടില്ല, എന്നിട്ടും പ്രവർത്തിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോ, അങ്ങനെ ജീവിക്കുമ്പോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യ ക്രിസ്ത്യാനികളിൽ അനേകരും ന്യായപ്രമാണത്തിന്റെ ആചരണത്തിന്റെ പിന്നാലെ പോയവരാണ്. ന്യായപ്രമാണം ആചരിച്ച് നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്നവർ അവരുടെ സ്വന്തം ജഡത്തിലാണ് ആശ്രയിക്കുന്നത്. പ്രിയമുള്ളവർ, ഇന്ന് അനേകരും പ്രവർത്തിക്കുന്നു, പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയ അനേകരാണ് പ്രവർത്തിക്കുന്നത്. ദൈവമക്കൾ ദൈവകൃപയിൽ നിലനിന്ന് ദൈവകൃപയിൽ വളർന്ന് കർത്താവ് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ചാൽ ആ പ്രവർത്തന മണ്ഡലത്തിൽ ഫലമുണ്ടാകും. സഭയ്ക്ക് വെളിയിൽ പ്രവർത്തിച്ചാൽ ആളുകൾ രക്ഷിക്കപ്പെടും. സഭയ്ക്കകത്ത് പ്രവർത്തിച്ചാൽ ആളുകൾ ആത്മികനാകും. നമുക്കിന്ന് പ്രവർത്തനങ്ങൾക്ക് വല്ല കുറവുണ്ടോ? പുറത്തെ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്, സുവിശേഷ പ്രവർത്തനങ്ങൾക്കാണ് കുറവുള്ളത്.
അകത്തെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കോവിഡ് വന്നിട്ട് സഭയ്ക്കകത്തെ പ്രവർത്തനങ്ങൾക്ക് വല്ല കുറവ് സംഭവിച്ചു? അത് കൂടുതലായതേ ഉള്ളൂ. ഈ മീഡിയ ഉള്ളതുകൊണ്ട്, സൂം മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് നേരം തികയാത്ത രൂപത്തിൽ പ്രസംഗങ്ങൾ കേൾക്കുവാനുള്ള സാഹചര്യം ഈ കാലത്തുണ്ട്. ബൈബിൾ സ്റ്റഡീസ്, പ്രസംഗങ്ങൾ എന്ന് വേണ്ട അനേക കാര്യപരിപാടികൾ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നടന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം പിന്നിട്ടിട്ട് ആരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി? ആദ്യമായിട്ടൊരു കോവിഡ് കഴിഞ്ഞ ഒരു സഭ തുടങ്ങിയപ്പോ, ഒരു മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ബ്രദറെ, അടിയല്ലാത്തതെല്ലാം നടന്നു എന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് തുടങ്ങിയതാ. എന്ത് ഫലമുണ്ടായി? ഈ ഒരു വർഷത്തിനകത്ത് അനേക പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു, മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ദൈവ ദാസന്മാർ സംസാരിക്കുന്ന വചനം കേട്ട് അങ്ങനെ ഇരുന്നവർ, വീട്ടിലിരുന്നവരാ. ജോലിക്കും പോകാൻ ആവശ്യമുണ്ടായിരുന്നില്ല. ഒത്തിരി പ്രവർത്തനങ്ങൾ അകത്ത് നടക്കുന്നു. പക്ഷേ കൃപയിൽ നിന്ന് വീണുപോയ അനേകരാണ് പ്രവർത്തിക്കുന്നത്. ജഡത്തിൽ ആശ്രയിച്ച് പ്രസംഗിക്കും. ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവരില്ല. ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തണമെങ്കിൽ ജഡത്തിൽ സ്വയത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവരെ ദൈവത്തിന്റെ കൃപ ശിക്ഷിച്ചു വളർത്താൻ ഒക്കെയില്ല. അവർ കൃപയിൽ നിന്ന് വീണുപോകും. 5-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം. എബ്രായ ലേഖനം, Hebrew chapter 12 verse 15. പന്ത്രണ്ടിന്റെ 15-ാമത്തെ വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ദൈവകൃപ വിട്ട് പിന്മാറുകയും. Do not fall short of the grace of God. ദൈവകൃപ വിട്ട് വ്യതിചലിക്കരുത്. ദൈവകൃപ വിട്ട് പിന്നോട്ട് മാറരുത്. ദൈവകൃപയിൽ മുന്നേറി വന്നവരാണ് ഒരു സമയമാകുമ്പോൾ അവര് പിന്മാറിപ്പോകും. ദൈവകൃപ വിട്ട് വ്യതിചലിച്ചു പോകുന്നത്, ഡീവിയേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ദൈവകൃപയിൽ തന്നെ നിലനിൽക്കാത്തത് കൊണ്ട്, ദൈവകൃപ വിട്ട് പിന്മാറി വ്യതിചലനം സംഭവിച്ചത് കൊണ്ട് അതിന്റെ ഫലം എന്താ? വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടും. സഹോദരീ സഹോദരന്മാർ, ഒരു സഭയിൽ കൂട്ടായ്മ ആചരിക്കുന്നത് കൊണ്ട് ആ സഭയ്ക്ക് ഉണ്ടാകേണ്ടുന്ന നന്മ ആത്മീയ വർധനവാണ്, ആത്മീയമായ വളർച്ചയാണ്. നമ്മുടെ സ്ഥലം സഭ വിട്ട് മറ്റെവിടെയും പോകാൻ അവിടെ ഉള്ള വിശ്വാസികൾക്ക് തോന്നരുത്. ആ വിധത്തിലുള്ള ആത്മീയ വളർച്ചയും ആത്മീയമായ സന്തോഷവും ഇതാണ് വിശ്വാസികൾ ഒരു സ്ഥലം സഭയിൽ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകേണ്ടത്. എന്നാൽ ദൈവകൃപ വിട്ട് പിന്മാറിയ വിശ്വാസികളാണെങ്കിലോ കയ്പുള്ള വേർ മുളയ്ക്കും. മുളപ്പിക്കണ്ട. നാം ഈ കാട്ടുവേരുകൾ, നാം അത് ഡ്യൂട്രോണമിയിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. 29-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ്. അവിടെ നഞ്ചും കയ്പുള്ള വേരുമെന്ന്. ഈ വിഷവിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ ആവശ്യമില്ല, അത് താനെ മുളച്ചുകൊള്ളും. എപ്പോഴ്? ദൈവകൃപ വിട്ട് പിന്മാറിയാൽ. സ്ഥലസഭകളിൽ സമാധാനമില്ലെങ്കിൽ, സ്ഥലസഭകളിൽ ശരിയായ ശാന്തയും സന്തോഷവും വിശ്വാസികൾക്ക് തമ്മിൽ അനുഭവിക്കാൻ ഒക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ദൈവകൃപ വിട്ട് പിന്മാറിയിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടെന്ന. അവരാണ് കയ്പുള്ള വേർ മുളയ്ക്കുന്നത്. അവർ നിമിത്തമാണ് കയ്പുള്ള വേർ മുളയ്ക്കുന്നത്.
അവന് നിമിത്തം കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടും. ശ്രദ്ധിക്കണം, ഒരു സ്ഥലം സഭയിൽ വിശ്വാസികൾ കൃപയിൽ നിൽക്കണം, കൃപയിൽ നിലനിൽക്കണം, കൃപയിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനും വളരണം, കൃപയിൽ നിന്ന് വീണു പോകരുത്. ദൈവകൃപ വിട്ട് ആരും പിന്മാറുക. അങ്ങനെ ആയാൽ ഈ കൃപയിൽ നിൽക്കുന്ന വിശ്വാസിയെ ദൈവകൃപയ്ക്ക് ശിക്ഷിച്ചു വളർത്താനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മിക വളർച്ച ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ദൈവസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള നല്ല വളർച്ചയുള്ള വിശ്വാസി. ദൈവകൃപയുടെ ശിക്ഷണത്തിന് കീഴിൽ ഒരു സ്കൂൾ മാസ്റ്ററെ പോലെ ദൈവത്തിന്റെ കൃപ നമ്മെ ശിക്ഷിച്ച് ചാസ്റ്റൈസ് ചെയ്ത് ബാലശിക്ഷ നൽകി അങ്ങനെ നമ്മെ വളർത്തുമ്പോൾ ആ കൃപയുടെ വളർത്തലിൽ വളർന്നു വരുന്ന വിശ്വാസികളെ ദൈവത്തിന് ആ സ്ഥലം സഭയിൽ വിവിധ നിലകളിലുള്ള ശുശ്രൂഷ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. ചിലരെ ദൈവത്തിന് മൂപ്പന്മാരാക്കാൻ ഒക്കും, ചിലരെ സുശേഷകന്മാരാക്കാൻ ഒക്കും, ചിലരെ ഡീക്കന്മാരാക്കാൻ ഒക്കും. ഈ മൂന്ന് കൂട്ടത്തിൽപ്പെട്ടവരല്ലെങ്കിലും ചിലരെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം ദൈവത്തിന് ഉപയോഗിക്കാൻ ഒക്കും. സുശേഷ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകം കൃപാവരമുള്ളവരാക്കി തീർക്കാൻ ഒക്കും. ദൈവകൃപയുടെ ശിക്ഷണത്തിൽ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ട് നമ്മുടെ സ്ഥലസഭകൾ വചനാനുസരണമുള്ള ഒരു ഗതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. ദൈവത്തിന് ഒരു സ്ഥലസഭയിലെ വിശ്വാസികളെ ദൈവത്തിന്റെ കൃപയിൽ ശിക്ഷിച്ച് വളർത്താൻ ഒക്കാത്തത് കൊണ്ട്, അവർ ദൈവകൃപയിൽ നിൽക്കാത്തത് കൊണ്ട് സ്ഥലസഭ ദരിദ്രമാകുന്നു. ദൈവത്തിന് ആ സ്ഥലസഭയിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ നിയോഗിക്കാൻ ഒക്കുന്നില്ല. ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിലുള്ള അനേക സ്ഥലസഭകളുടെയും ഗതികേടെന്ന് പറയുന്നത്? സഭയെ പരിപാലിക്കാൻ ആളില്ല, സുശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ആളില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലസഭ ഏത് നിലയിലുള്ള ആത്മിക അഭിവൃദ്ധിയാണ് പ്രാപിക്കാൻ സാധിക്കുക? ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു സ്ഥലസഭയിൽ കൂടി വരുന്ന സകല വിശ്വാസികൾക്കുമാണ്. ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുവാൻ തുനിയരുത്. കർത്താവേ, ഞാൻ ദൈവകൃപയിൽ നിലനിന്നില്ല, ദൈവകൃപയിൽ ഞാൻ വളർന്നില്ല, ഞാൻ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയി, ദൈവകൃപയിൽ നിന്ന് ഞാൻ വീണുപോയി, അതുകൊണ്ട് ദൈവകൃപ എന്നെ ശിക്ഷിച്ച് വളർത്തി. അതുകൊണ്ടാണ് ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനായിട്ട് ഞാൻ തീരാതിരിക്കുന്നത്. സഭയ്ക്ക് ദൈവദാസന്മാരെ ആവശ്യമുണ്ട്. മൂപ്പന്മാരെ, സുശേഷകന്മാരെ, ഡീക്കന്മാരെ, വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ സഭയ്ക്ക് ആവശ്യമുണ്ട്. സഹോദരിമാരിൽ പലരെയും ദൈവം വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് ആവശ്യമുണ്ട്. സഹോദരന്മാർക്ക് മാത്രമല്ല പ്രവർത്തനങ്ങൾ ഉള്ളത്, സഹോദരിമാർക്ക് പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും പ്രാപ്തിയില്ലാത്തവരായി, കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരായി മാത്രം സ്ഥലസഭയിൽ വന്നു പോവുകയാണ്. എന്താ കാര്യം? രക്ഷിക്കപ്പെട്ടു, പക്ഷേ ദൈവകൃപയുടെ ശിക്ഷണത്തിൽ വളർന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യങ്ങൾക്ക് മാറ്റം വന്നേ സാധിക്കുകയുള്ളൂ. ഞാൻ കൃപയിലാണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കണം. ഇനിയും മൂന്നാമത്തെ കാര്യം നാം ഈ ഭാഗത്ത് വായിക്കുന്നത്, ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അങ്ങനെ ദൈവകൃപ ശിക്ഷിച്ച് വളർത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്തിനു വേണ്ടിയാണ് ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത്? ടൈറ്റസ് ചാപ്റ്റർ 2 ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നതിന്റെ ഉദ്ദേശം, teaching us that denying ungodliness
and worldly lust. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കാൻ വേണ്ടി ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. ഭക്തികേട് വർജിക്കണം. ഭക്തികേട് എന്ന് പറഞ്ഞാൽ അൺഗോഡ്ലിനെസ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഡിസ്റിഗാർഡ് ടുവേർഡ്സ് ഗോഡ്സ് പേഴ്സൺ. ദൈവത്തിന്റെ വ്യക്തിത്വത്തോടുള്ള അനാദരവ് അല്ലെങ്കിൽ അവഗണന. സൂം മീറ്റിംഗ് ആയിട്ട് പോലും 5 മിനിറ്റ് നടക്കണ്ട, 5 പൈസ വണ്ടിക്കൂലി കൊടുക്കണ്ട, നേരത്തെ ഡ്രസ് ചെയ്യണ്ട, അങ്ങനെ ആയിട്ട് പോലും 6 മണിക്ക് മീറ്റിംഗ് വെച്ചാൽ സൂം മീറ്റിംഗിൽ പലരും ജോയിൻ ചെയ്യുന്നത് 6:02 6:05 ഒക്കെയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ വ്യക്തിത്വത്തോട് അവഗണന കാണിക്കുന്നത് കൊണ്ടാണ്. ദാവീദ് പറഞ്ഞു, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിനക്ക് തരുന്നതേ ഉള്ളൂ. മനഃപൂർവമായി ദാവീദും തന്റെ ജനവും ദേവാലയ പണിക്ക് വേണ്ടി ഔദാര്യദാനങ്ങളെ കൊടുത്തതിനു ശേഷം, അത് കൂമ്പാരമായി കൂട്ടിയതിനു ശേഷം ദാവീദ് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിനക്ക് തന്നിട്ടുള്ളതേ ഉള്ളൂ. ഞങ്ങളൊന്നും നിനക്ക് തന്നില്ല. നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോഴും അത് ഞങ്ങളുടേതല്ല, അത് നിന്റേതാണ്. പ്രിയമുള്ളവരെ, ദൈവജനം, കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾ, ധനം അവരുടേതാണെന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്യുന്നു. എന്താ കാര്യം? ദൈവത്തിന്റെ വ്യക്തിത്വത്തോടുള്ള അനാദരവ് നിമിത്തമാണ്. ഇത് വർജിക്കണം. ഇത് വർജിക്കാൻ ദൈവകൃപ നമ്മെ പഠിപ്പിക്കും. ദൈവകൃപയുടെ ശിക്ഷണത്തിന് കീഴിൽ നിൽക്കുന്നവർ ഭക്തികേട് വർജിക്കും. ദൈവത്തോട് അനാദരവ് കാണിക്കുന്നത് വർജിക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ഈ ശിക്ഷണത്തിൽ നമുക്ക് ആ നിലയിലുള്ള വളർച്ച ലഭിക്കും. പരിശോധിച്ചാൽ മതി. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. 100 കാര്യങ്ങളുണ്ട്. നാം ദൈവത്തോട് അനാദരവ് കാണിക്കുന്നു. നമ്മെ രക്ഷിച്ച നമ്മുടെ പ്രാണപ്രിയനോട് നാം അനാദരവ് കാണിക്കുന്നത് വർജിക്കുവാൻ, അത് ഉപേക്ഷിക്കുവാൻ, ഇനി മേലാൽ ദൈവത്തോട് അനാദരവ് കാണിക്കാതെ വണ്ണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. പ്രപഞ്ചമോഹങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാൻ ആവശ്യമില്ല. പ്രപഞ്ചമോഹങ്ങൾ, വേൾഡ്ലി ലസ്റ്റ്. ദൈവത്തെ ആദരിക്കാത്തവർ പ്രപഞ്ചമോഹങ്ങളിലേക്ക് പോകും. ഇത് രണ്ടും വർജിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ഇത് രണ്ടും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത്. ആ 3 വാക്കുകളും വിശദീകരിക്കേണ്ടതാണ്. അതിനിപ്പോൾ സമയമില്ല. soberly, righteously and godly in the present age. ഈ യുഗത്തിൽ, ഈ കാലത്ത് നാം ജീവിക്കുമ്പോ നാം സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ഈ കാലത്ത് നാം ജീവിക്കണം. ഈ യുഗത്തിൽ, ഈ ലോകത്ത് നാം ജീവിക്കണം. വിശ്വാസികൾ ഇങ്ങനെ വേണം ജീവിക്കാൻ. ഇങ്ങനെ ജീവിക്കണമെങ്കിൽ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങൾ ആദ്യം വർജിക്കണം. ദൈവത്തോടുള്ള ബഹുമാനമില്ലായ്മ വർജിക്കണം. പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം. ഇത് രണ്ടും വർജിച്ചാൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നമുക്ക് ജീവിച്ചു പോകാനൊക്കെ. ഞാൻ ആരാണെന്നുള്ള ബോധം, അതാണ് സുബോധം. നീതി, ദൈവഭക്തി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മെ കാണുന്നവർക്ക് മനസ്സിലാകണം, വെളിപ്പെടണം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ ഭൂമിയിൽ ഈ കാലത്ത് നാം ജീവിച്ചു പോകേണ്ടതിന് ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുകയാണ്. ദൈവകൃപ ശിക്ഷിച്ച് വളർത്താത്ത ഒരാൾക്കും ഇങ്ങനെ ജീവിക്കാൻ ഒക്കെയില്ല. വിശ്വാസികളൊക്കെ ജീവിക്കുന്നത് അഭക്തിയിലാണ് ജീവിക്കുന്നത്. ദൈവത്തോട് ആദരവ് കാണിക്കാതെ ജീവിക്കുന്നത്. വിശ്വാസികളിൽ നല്ലൊരു ശതമാനം പ്രപഞ്ചമോഹങ്ങളിലാണ് ജീവിക്കുന്നത്. കല്യാണം വരുമ്പോ, വീട് ഉണ്ടാക്കുമ്പോ,
മറ്റു കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരും നാമും തമ്മിലുള്ള വ്യത്യാസം കാണുന്നില്ല. മറ്റുള്ളവർ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നാം ആഗ്രഹിക്കുന്നു. അവർ വിലമതിക്കുന്നതിനെ ഒക്കെ നാം വിലമതിക്കുന്നു. ലോകത്തിൽ ഉന്നതമായത് ദൈവത്തിന് വെറുപ്പാണ്. അത് നാം പഠിക്കുന്നില്ല, നാം മനസ്സിലാക്കുന്നു. അത് പഠിക്കത്തക്ക വിധത്തിൽ ദൈവകൃപയിൽ നാം നിൽക്കുന്നില്ല. ഇവളവരെ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരം നാം കളഞ്ഞു കുളിക്കണം. രക്ഷിക്കപ്പെടാൻ അവസരം കിട്ടി. ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്താൻ മഹാഭാഗ്യം നമുക്ക് കിട്ടി. അനേകർക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ദൈവകൃപ നമ്മെ രക്ഷിച്ചിട്ട്, ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തിയിട്ട് എന്നിട്ട് വേണം നാം ഭാവിയിലേക്ക് പ്രവേശിക്കാൻ. മൂന്നാമത്തെ കാര്യം, ദൈവകൃപ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്, the grace that gives hope, നമുക്ക് പ്രത്യാശ നൽകുന്ന കൃപ, രക്ഷിക്കുന്ന കൃപ, ശിക്ഷിച്ച് വളർത്തുന്ന കൃപ, നമുക്ക് പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ നൽകുന്ന കൃപ. എന്താണ് പ്രത്യാശ? ആ പ്രത്യാശയാണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. കർത്താവിനെ കുറിച്ച് വായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കാര്യം, നമ്മുടെ കർത്താവ് മഹാദൈവം, കർത്താവായ യേശുക്രിസ്തു മഹാദൈവം എന്നാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. ഗ്രേറ്റ് ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഗ്രേറ്റ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഒരു ദൈവമില്ല. റസൂലുകാർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ചെറിയ ദൈവമാണെന്ന്. വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു ഗ്രേറ്റ് ഗോഡ് ആണെന്ന്, മഹാദൈവമാണെന്ന്. ഈ ദൈവമാണ് നമ്മുടെ രക്ഷിതാവ്. മഹാദൈവത്തിന്റെ പ്രത്യക്ഷത കാത്തുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് പ്രത്യാശയുടെ ജീവിതം. പ്രിയമുള്ളവരെ, നാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഒരുപാട് ഞെരുക്കം അനുഭവിച്ചിട്ടാണ് നാം ജീവിക്കുന്നത്. പരദേശികളെ പോലെയാണ്. പരദേശികളാണ്. അങ്ങനെയുള്ള പരദേശ ജീവിതമാണ് നാം നയിക്കുന്നത്. നമ്മെ ഉപദ്രവിക്കുന്ന, നമ്മുടെ മേൽ വാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്ന, നമ്മെ വല്ലാതെ ഞെരുക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്. അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. വേണ്ടതുപോലെ സ്വാതന്ത്ര്യം, വേണ്ടതുപോലെ മൗലിക അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ, നമ്മുടെ രാജാവ്, മഹാദൈവം, നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധന പുരുഷൻ, അവൻ സർവ്വലോകത്തിന്റെയും രാജാവാണ്. അവൻ സർവ്വലോകത്തിന്റെ രാജാവാണ്. അവന്റെ പ്രത്യക്ഷത വരാൻ പോവുകയാണ്. ആ പ്രത്യാശ ആണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ ഞെരുക്കങ്ങളും അനുഭവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത്, നമുക്ക് ക്ഷമ നൽകുന്നത്. ദൈവകൃപ ഈ പ്രത്യാശ നൽകുന്ന കൃപയാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഈ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് യേശുക്രിസ്തു നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണെന്ന് 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. വേഴ്സ് 40. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നാം ആർക്ക് വേണ്ടിയാ കാത്തിരിക്കുന്നത്? തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തവന് വേണ്ടിയാ. ഇതാണ് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം. അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു, തന്റെ പ്രാണനെ കൊടുത്തു, തന്റെ ദേഹത്തെ കൊടുത്തു. അത് നിമിത്തം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തവന്റെ പ്രത്യക്ഷത. അവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ താനിരിക്കും പോലെ തന്നെ നാം അവനെ കാണും.
ഈ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ പ്രത്യാശ നൽകുന്ന കൃപയാണ് നമുക്കുള്ളത്. തന്നെത്താൻ നമുക്ക് വേണ്ടി അവൻ കൊടുത്തു എന്ന് പറയുമ്പോ എന്തിനു വേണ്ടിയാണ് അവൻ കൊടുത്തതിലൂടെ, തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സാധിക്കേണ്ടത്? സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. അധർമ്മത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു, എന്നാൽ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടത്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, സെറ്റ് അപ്പാർട്ട് ചെയ്യുക. അധർമ്മത്തിൽ ജീവിച്ചിരുന്നവരെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. അവരിനി അധർമ്മത്തിൽ ജീവിക്കുന്നില്ല. സൽപ്രവർത്തികൾ, ദൈവം അംഗീകരിക്കുന്ന സൽപ്രവർത്തികൾ, ആ സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള തന്റെ സ്വന്തം ജനമായി തനിക്ക് വേണ്ടി വേർതിരിച്ചു. അതിനു വേണ്ടിയാണ് ദൈവം തന്നെത്താൻ, നമ്മുടെ കർത്താവ് തന്നെത്താൻ കൊടുത്തു. കേവലം നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, കേവലം നമ്മെ ദൈവമക്കളാക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോ സത്പ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ദൈവത്തിന്റെ സ്വന്തം ജനമായി ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇതാണ് ഭാഗ്യകരമായ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ പ്രത്യാശ നമുക്ക് നൽകുന്നതും ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ ഇന്ന് രാത്രി ദൈവകൃപയെ കുറിച്ച് 3 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. നമ്മെ രക്ഷിക്കുന്ന കൃപ, സകല മനുഷ്യനെ രക്ഷിക്കുന്ന കൃപയാണ്. നമ്മെ മാത്രമല്ല, ലോകത്തിൽ ആരെയും രക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ രക്ഷ നാം ഉറപ്പാക്കണം. വിദ്യാബോധത്തിൽ ജീവിക്കരുത്. കഴിഞ്ഞ മാസങ്ങളിൽ യോഹന്നാന്റെ 1-ാം ലേഖനം പഠിച്ചതിലൂടെ രക്ഷയെ ഉറപ്പാക്കുവാൻ വേണ്ടുവോളം സത്യങ്ങൾ ആ പുസ്തകത്തിൽ നാം മനസ്സിലാക്കിയതാണ്. ആരും ദുരഭിമാനം കാണിക്കാൻ ആവശ്യമില്ല. 100% ഉറപ്പാണ്. നമ്മുടെ കൂട്ടങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവർ, രക്ഷിക്കപ്പെട്ടു എന്ന വ്യാജേന ജീവിക്കുന്നവർ ആരും ഇങ്ങനെ തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ സ്ഥലസഭകളിൽ ധാരാളം ആളുകൾ രക്ഷിക്കപ്പെടാത്തവർ തങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ള വ്യാജേന ജീവിക്കുന്നു. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചു നിൽക്കുക. അതുകൊണ്ട് നമ്മുടെ രക്ഷ നാം ഉറപ്പാക്കിക്കൊള്ളണം. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ സുവിശേഷം അറിയിക്കാൻ അവരോട് പറയാൻ ആവശ്യമില്ല. നമ്മുടെ സ്ഥലസഭയ്ക്ക് ബൈബിൾ ക്ലാസ് ഉണ്ട്. നമ്മുടെ സ്ഥലസഭയ്ക്ക് പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ സ്ഥലസഭയ്ക്ക് ആരാധനാ യോഗമുണ്ട്. പക്ഷെ സ്ഥലസഭയ്ക്ക് സുവിശേഷ പ്രവർത്തനമുണ്ടോ? എന്തുകൊണ്ടാണ് സ്ഥലസഭയ്ക്ക് സുവിശേഷ പ്രവർത്തനം എന്ന ഒരു പ്രോഗ്രാം ഇല്ലാത്തത്? സുവിശേഷം അറിയിക്കാൻ ഭാരമില്ല. നേരം കുഷ്ഠരോഗികൾ പറയാം, നേരം പുലർന്നാൽ നമുക്ക് കുറ്റം വരും. സുവിശേഷ വേല ചെയ്യുവാൻ ഭാരമില്ലാതിരിക്കുന്നത് അത് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെ സാധിക്കും? സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചു നിൽക്കുക അസാധ്യമാണ്. സുവിശേഷ പ്രവർത്തനം ചെയ്യാതെ രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതെവിടെ തകരാറുള്ളൊരു ജീവിതമാണ്. രക്ഷിച്ച ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തും. ശിക്ഷണം വേണം. വിശ്വാസിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ നോക്കിയില്ല. വിശ്വാസിക്ക് സ്ഥലസഭയിൽ ഇഷ്ടം പോലെ ജീവിക്കുന്നത് കൊണ്ടാണ് അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരാത്തപ്പോൾ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വചനം പ്രസംഗിക്കുമ്പോ സഭയിലുള്ളവരുടെ ഇഷ്ടമനുസരിച്ച് പ്രസംഗിക്കണം. എത്ര ആളുകൾ നമ്മൾ സഭയിലുള്ള വിശ്വാസികളോട് നമ്മൾ ഏർപ്പെടുമ്പോ എത്ര സൂക്ഷിച്ചേർപ്പെടണം. സൂക്ഷിച്ചേർപ്പെട്ടില്ലെങ്കിൽ അവർക്ക് ഇടർച്ച ഉണ്ടാകും. സ്വന്തം സ്വയത്തെ താലോലിച്ച് വളർത്തി ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിൽ, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത രൂപത്തിൽ വളർച്ച സംഭവിച്ചിരിക്കുക, ജഡത്തിന്റെ വളർച്ച സംഭവിച്ചിരിക്കുക. ദൈവകൃപയുടെ ശിക്ഷണത്തിൽ ഒരിക്കൽ പോലും നിന്നിട്ടില്ല. അങ്ങനെ നിന്നിരുന്നെങ്കിൽ സ്ഥലസഭയിൽ ദൈവത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന അനേക ദൈവദാസന്മാർ
കേവലം സ്ഥലസഭയിൽ മാത്രമല്ല, ഈ സഭയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ദൈവകൃപയെ ശിക്ഷിച്ച് വളർത്തി കർത്താവ് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളാക്കി ദൈവം അയച്ചേനെ. നല്ലൊരു കൂട്ടം, അനുഗ്രഹിക്കപ്പെട്ട കൂട്ടം, ഒരു നല്ല സ്ഥലസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള അംഗബലം ഒക്കെ ദൈവം നമ്മുടെ സഭയ്ക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളില്ല. എന്താ കാര്യം? കൃപയിൽ നിൽക്കുന്നില്ല, കൃപയിൽ നിലനിൽക്കുന്നില്ല, കൃപയിൽ വളരുന്നില്ല. കൃപയിൽ നിന്ന് പലരും വീണുപോയി, വീണിട്ടും പ്രവർത്തിക്കുന്നു. ദൈവകൃപ വിട്ട് പിന്മാറി പലരും കയ്പുള്ള വേര് പലരുടെ ജീവിതത്തിലും മുളച്ചിട്ട് ആ കയ്പ് നിമിത്തം അനേകരെ മലിനപ്പെടുത്തും. ഇതാണോ, ഇങ്ങനെയാണോ സ്ഥലസഭ എന്ന് പറയുന്നത്? ദൈവകൃപ ആരെയൊക്കെ ശിക്ഷിച്ച് വളർത്തുന്നുണ്ടോ അവരെല്ലാം ഈ ദൈവകൃപ പ്രത്യാശ നൽകി, പ്രത്യാശ നിറഞ്ഞ ജീവിതം നൽകുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് വർദ്ധിക്കേണ്ടത് വർദ്ധിക്കും. ദൈവഭക്തിയില്ലായ്മ, അൺഗോഡ്ലിനെസ്, അഭക്തി വർദ്ധിക്കും. ദൈവത്തോടുള്ള അനാദരവ് വർദ്ധിക്കും. ഒരു അധികാരമുള്ള ഒരാളിന്റെ മുമ്പിൽ നാം ചെല്ലേണ്ടി വരുമ്പോ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മുമ്പ് നാം ചെന്നിരിക്കും. ആരും ലേറ്റ് ആയിട്ട് ചെല്ലത്തില്ല. നാം ആദരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നാം പെരുമാറുന്നത് വളരെ ഭയത്തോടും ആദരവോടും കൂടി ആയിരിക്കും. കർത്താവ് ചോദിക്കുന്നല്ലോ, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? ഇത് വർദ്ധിക്കുവാൻ, ഈ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന അഭക്തി വർദ്ധിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കും. അഭക്തി വർദ്ധിച്ച്, പ്രപഞ്ചമോഹങ്ങൾ വർദ്ധിച്ച്, ഈ ഭൂമിയിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുവാൻ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തും. അങ്ങനെ ദൈവകൃപയുടെ ശിക്ഷണത്തിൽ ജീവിക്കുന്നവർക്ക് നിറഞ്ഞ പ്രത്യാശയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കട്ടെ, പ്രത്യാശയുടെ ജീവിതം. ഒരുപാട് ദുഃഖിക്കാൻ ആവശ്യം ഇല്ല. രോഗങ്ങൾ വരും, വൈഷമ്യങ്ങൾ വരും, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. ദൈവകൃപയുടെ ശിക്ഷണത്തിൽ വളർന്നവർക്ക്, പ്രത്യാശ നിറഞ്ഞവർക്ക് ദുഃഖിക്കാൻ ആവശ്യമില്ല. നിരാശയ്ക്ക് അവരുടെ ജീവിതത്തിൽ വകയില്ല. ദൈവകൃപയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുകയാണ്, തിമോത്തിയോസേ, ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. നീ ദൈവകൃപയിൽ നിൽക്കുന്നവനാണ്. നീ ഒരു ചെറുപ്പക്കാരനാണ്. നീ ഈ ദൈവകൃപയുടെ 3 വിധ പ്രവർത്തനങ്ങളെ കുറിച്ച് നീ പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കണം. ഇംഗ്ലീഷിൽ വായിക്കുന്നത് with all authority. Speak these things, exhort and rebuke with all authority. Let no one despise you. ഇത് പൂർണ്ണ അധികാരത്തോടുകൂടെ നീ പ്രസംഗിക്കണം. ഇങ്ങനെയുള്ളവർ നമ്മുടെ മധ്യത്തിൽ ഉണ്ടോ? ഏതെങ്കിലും സ്ഥലസഭയിൽ അധികാരത്തോടുകൂടെ പ്രസംഗിക്കാൻ ഒക്കുമോ? അങ്ങനെ പ്രസംഗിച്ചാൽ ചോദിക്കും, നിനക്കെന്താ അധികാരമെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? തിമോത്തിയോസിനോട് പറഞ്ഞല്ലോ, ആരും നിന്നെ തുച്ഛീകരിക്കരുത്. നിന്റെ പ്രസംഗം നീ പൂർണ്ണ ഗൗരവത്തോടെ അതോറിറ്റിയിൽ നീ പ്രസംഗിക്കുമ്പോ, പ്രബോധിപ്പിക്കുമ്പോ, നീ ശാസിക്കേണ്ടവരെ ശാസിക്കുമ്പോ, തിമോത്തിയോസേ, ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഇതൊക്കെയാ. അധികാരത്തിൽ പ്രസംഗിക്കണം, പ്രബോധിപ്പിക്കണം, ശാസിക്കാൻ ആവശ്യം വരുമ്പോ അതിനും നിനക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അതും നീ ചെയ്യണം, നീ ശാസിക്കണം. അങ്ങനെ നീ ചെയ്യുമ്പോ ആരും നിന്നെ തുച്ഛീകരിക്കരുത്. നീ അങ്ങനെ ജീവിച്ചോണം. ദൈവകൃപയുടെ ശിക്ഷണത്തിൽ നീ ജീവിക്കണം. ദൈവകൃപയുടെ ശിക്ഷണത്തിൽ നീ ജീവിച്ച് ഇങ്ങനെ പ്രസംഗിക്കണം. ദൈവമുള്ളവരെ, നമ്മുടെ സ്ഥലസഭകൾ നന്നാകാൻ, സ്ഥലസഭകൾ ആത്മീയമായി പരിപോഷിപ്പിക്കപ്പെടുവാൻ വേറെ മാർഗമില്ല.
ദൈവകൃപയുടെ ശിക്ഷണത്തിന് കീഴിൽ ജീവിക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിലേ സാധിക്കൂ. നാം ഓരോരുത്തരും ദൈവകൃപയുടെ ശിക്ഷണത്തിൽ ജീവിക്കണം. അങ്ങനെ നാം ജീവിക്കുമ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ആകുന്നത് കൃപയാലാകും. പൗലോസിന്റെ ശുശ്രൂഷ, ഞാൻ കൃപയാലാകും. കർത്താവ് നമ്മെ ഈ പ്രത്യേക വിഷയത്തിൽ ആവശ്യമായ എല്ലാ ശ്രദ്ധയും തരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏക യോഗ്യത. നാം നിൽക്കുന്നത്, നമ്മെ രക്ഷിച്ചത്, നമ്മെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത്, നമുക്ക് പ്രത്യാശ നൽകുന്നത് എന്ന് വേണ്ട ആത്മിക ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നാം അർഹിക്കാത്ത അനുഗ്രഹമാണ്. അതാണ് ദൈവത്തിന്. ഇത് വിട്ട് പിന്മാറരുത്. ഈ കൃപയിൽ നിന്ന് വീണു പോകരുത്. അങ്ങനെയുള്ളവരെ അധികാരത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നവരാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ആരെ ദൈവം വിളിച്ചേൽപ്പിക്കുന്നുവോ ആ ശുശ്രൂഷ ചെയ്യാനുള്ള ആത്മിക അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ജഡത്തിന്റെ അധികാരമല്ല, അത് ജഡത്തിന്റെ അധികാരമല്ല, അത് സ്വയത്തിന്റെ അധികാരമല്ല, സ്വയം അധികാരം ചെലുത്തലല്ല, ദൈവം നൽകിയിട്ടുള്ള അധികാരമാണ്. അത് ദൈവ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവദാസന്മാർക്ക് ആ അധികാരമുണ്ട്. അധികാരത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് കീഴിൽ ദൈവസഭ അച്ചടക്കത്തിൽ മുമ്പോട്ട് പോയിക്കൊള്ളും. ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം, എതിരുകൾ ഉണ്ടാകാം. ആ എതിരുകളും ഭിന്നാഭിപ്രായങ്ങളും ഈ ആത്മീയ അധികാരത്തിന് കീഴിൽ നിഷ്പ്രഭമായി പോകും. അങ്ങനെയുള്ള പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ദൈവാധികാരത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്ന പിതാക്കന്മാർ, അവർ ദൈവകൃപയുടെ ശിക്ഷണത്തിന് കീഴിൽ വളർന്നു വന്നവരാണ്. എന്നാൽ ഇന്നത്തെ അനേകരുടെ വളർച്ച, അവർ വളർന്നു, പക്ഷെ വളർന്നു വന്ന വഴി വേറെ. കൃപയല്ല അവരെ ശിക്ഷിച്ച് വളർത്തിയത്, മറ്റു പലതും. ലോകത്തിൽ ജ്ഞാനം സമ്പാദിക്കാനുള്ള മാർഗങ്ങളിലൂടെ ജ്ഞാനം സമ്പാദിച്ച് തങ്ങളുടെ താലന്തുകളെ കൊഴുപ്പിച്ച് ജഡത്തിന്റെ അധികാരം നടത്തുന്ന ആളുകൾ. ഇങ്ങനെയുള്ളവരെ അല്ല സഭയ്ക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള വിശ്വാസികളും ശുശ്രൂഷകന്മാരും അല്ല വേദപുസ്തകത്തിൽ കാണുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ജീവിതം ഒന്നേ ഉള്ളൂ. സമയം നമ്മുടെ മുമ്പിൽ, കാലം ചുരുങ്ങിയിരിക്കുന്നു, അധികം സമയമില്ല. അതുകൊണ്ട് ദൈവകൃപ നൽകുന്ന ഈ 3 നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിച്ച് കർത്താവിന് ഉപയോഗിക്കുവാൻ കഴിയുന്ന, ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന, ഒരു നിത്യതയ്ക്ക് പ്രയോജനം വരുന്ന ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ
പ്രവർത്തിച്ചു ഞാൻ ദോഷമായി നിരൂപിച്ചു. ദോഷങ്ങൾ പ്രവർത്തിച്ചു എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദി